മീശ വിവാദത്തിൽ കൈവിടാതിരുന്ന ഭക്തർ കൂടി ഉപേക്ഷിക്കുമെന്ന ഘട്ടമായപ്പോൾ 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിലപാട് തിരുത്തി മാതൃഭൂമി രംഗത്തെത്തി. പന്തളത്തെ സമരവാർത്ത കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച് വിളിച്ച പ്രേക്ഷകനോട് എന്തു കൊടുക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന മറുപടി കൂടിയായപ്പോൾ ജനരോക്ഷം തണുപ്പിക്കാൻ പ്രധാന വാർത്തയ്ക്കൊപ്പം പ്രതികരണങ്ങളും ചേർത്ത് വൻ കവറേജ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ മാധ്യമങ്ങളും നിലപാട് മാറ്റിയിരിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും. എന്നാൽ ഭക്തരുടെ പ്രതിഷേധം അതിരുവിടുമ്പോൾ അവരും നിലപാട് മാറ്റുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുമാറ്റം നടത്തിയത് മാതൃഭൂമിയാണ്. ശബരിമല സ്ത്രീ വിഷയത്തിലെ പ്രതിഷേധം മാതൃഭൂമിക്ക് ഇന്ന് പ്രധാന വാർത്തയായി. 2 ദിവസം വരെ വലിയ പ്രാധാന്യം അവർ ഈ വാർത്തയ്ക്ക് നൽകിയിരുന്നില്ല. എന്നാൽ ഹിന്ദു വികാരം ഉയരുമ്പോൾ വെറുതെ ഇരിക്കാനാകില്ലെന്ന് മാതൃഭൂമി തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ ശബരിമല വിഷയത്തിൽ ഇടപെടലിന് എത്തുകയാണ്. മീശ നോവൽ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാതൃഭൂമിയെ ബഹിഷ്കരിക്കാൻ NSS പരസ്യ ആഹ്വാനം നൽകി. വലിയ തോതിൽ സർക്കുലേഷനിൽ കുറവ് വന്നു. ശബരിമലയിലും വിശ്വാസികൾക്ക് അനുകൂല നിലപാട് എടുത്തില്ലെങ്കിലുള്ള തിരിച്ചറിഞ്ഞാണ് മാതൃഭൂമി അതിശക്തമായ വാർത്തകൾ വിഷയത്തിൽ നൽകുന്നത്. വളരെ വിശദമായ വാർത്തയാണ് മാതൃഭൂമി ഇപ്പോൾ നൽകുന്നത്. ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നിലപാട് എടുക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ പ്രധാന വാർത്ത. വിധിക്കെതിരെ ക്ഷേത്രവിശ്വാസികളുടെ പ്രതിഷേധം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമം തുടങ്ങി. നേരത്തെ പന്തളത്തെ പ്രതിഷേധം മാതൃഭൂമി കാര്യമായി എടുത്തില്ലെന്ന പരാതി ഭക്തർക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ചാനലിലേക്ക് ഭക്തൻ വിളിച്ചതും കിട്ടിയ മറുപടിയും വൈറലായിരുന്നു. ഹലോ, നമസ്കാരം. ഈ പന്തളത്ത് നടക്കുന്ന പ്രക്ഷോഭമില്ലേ സുപ്രീം കോടതി വിധിക്കെതിരെ, അതിന്റെ ലൈവ് സ്ട്രീമിംഗ് ഒന്നും കണ്ടില്ലല്ലോ ചാനലിനകത്ത്, മാതൃഭൂമിന്നല്ല ഒരു മീഡിയാസിലും കണ്ടില്ല. ആണോ? അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ച. കേട്ടില്ല. ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് സെക്ഷനിലേക്ക് കണക്ട്. ഓക്കെ ആയിക്കോട്ടെ. ഹലോ. ഹലോ, നമസ്കാരം. നമ്മുടെ ഈ പന്തളത്ത് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ലൈവ് സ്ട്രീമിംഗ് ഒന്നും കണ്ടില്ല നമ്മുടെ ചാനലിനകത്ത്, മാതൃഭൂമിയില്. എന്താ? മാതൃഭൂമിക്കകത്ത് ശബരിമലയിലെ പന്തളത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ലൈവ് ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങളിപ്പം ചാനൽ കണ്ടോ? എപ്പോഴാണ്? കാണാതാണോ ഇതൊക്കെ പറയുന്നത്? അല്ല, രാവിലെ തൊട്ട് അവിടെ രാവിലെ മുതൽ അവിടെ ആളുകൾ വരുന്നുണ്ട്, അമ്മമാര് രാവിലെ മുതൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്? കൊടുക്കണോ വേണ്ടെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക. അങ്ങനെ നമ്മളപ്പം ചാനൽ കാണണോ വേണ്ടതെന്ന് നമ്മളത് തീരുമാനിക്കണ്ടേ? ആയിക്കോട്ടെ. ഇത് മാതൃഭൂമിയുടെ ഏത് സെക്ഷനിൽ സംസാരിക്കുന്നത്? ഏതായാലും അല്ല, അത് പറയണല്ലോ, ജനങ്ങൾ അറിയണ്ടേ, ബാക്കിയുള്ളവരോട് അറിയണ്ടേ കൊടുക്കണോ വേണ്ടെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്ന്? അതെ, അങ്ങനെയാണ്. ഇങ്ങനെ വിളിച്ചിട്ടാണോ ചോദിക്കാതെ? കൊടുക്കാത്തത് എന്താന്ന്? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് എന്റെ അടുത്ത് ചോദിച്ചു. അങ്ങനല്ല, ഞാൻ അവിടെ നിങ്ങളുടെ സെക്ഷനിൽ വിളിച്ചപ്പോ അവിടെ കണക്ട് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ലൈവ് ഇപ്പോൾ ചോദിക്കാൻ ആരാണോ? എന്താണല്ലേ ചോദ്യം? ഞാൻ നിങ്ങളുടെ ഒരു പ്രേക്ഷകനായിരുന്നല്ലോ മാതൃഭൂമിയുടെ. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ച് തിരക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ അവകാശം വേണ്ട. നിങ്ങൾ വിളിച്ച് അങ്ങനെയുള്ള അവകാശം ഒന്നും ആരും എഴുതി തന്നിട്ടില്ല. ഇതാരെ സംസാരിക്കുന്നത്? അങ്ങനെയുള്ള അവകാശം ഒന്നും ആർക്കും എഴുതി തന്നിട്ടില്ല. അത് ഓക്കെ, ആയിക്കോട്ടെ. സ്വാമി ശർമ്മ. പന്തളത്തെ പ്രതിഷേധം കൊടുക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ചാനലിലേക്ക് വിളിച്ചയാൾക്ക് കിട്ടിയ മറുപടി. ഇതോടെ ഈ സംഭാഷണം ഹിന്ദു ഗ്രൂപ്പുകളിൽ വൈറലായി. ഹൈന്ദവ പ്രതിഷേധത്തോട് മാതൃഭൂമി നിഷേധാത്മക നിലപാട് എടുക്കുന്നുവെന്ന വാദം ചർച്ചയായി. ഇതോടെ വീണ്ടും സർക്കുലേഷനിൽ ഇടിവുണ്ടാകുമോ എന്ന ഭയം മാതൃഭൂമിക്കുണ്ടായി. നേരത്തെ മീശ വിഷയത്തിലും തുടക്കത്തിലെ എതിർപ്പ് തിരിച്ചറിയാൻ മാതൃഭൂമി വീഴ്ച വരുത്തി. ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദു സ്ത്രീകളെ മോശക്കാരാക്കുന്ന മീശ നോവലിലെ ഭാഗത്തെ മാതൃഭൂമി പരസ്യമായി അനുകൂലിച്ചു. വിഷയത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. നോവൽ മതിയാക്കിയെങ്കിലും അത് എഴുത്തുകാരൻ ഹരീഷിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വരുത്തി തീർത്തു. ഏഷ്യാനെറ്റും മനോരമയും അടക്കമുള്ള ചാനലുകളും സ്ത്രീ പ്രവേശനത്തിലെ പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസും സ്ത്രീ പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നതാണ് ഇതിന് കാരണം. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.